യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പ്രവൃത്തികളിലെ തിന്മയെ ചൂണ്ടിക്കാട്ടുകയും എന്നാൽ അതേസമയം തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർക്ക് വിശ്വാസികൾ നൽകേണ്ട സ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടുകയും ചെയ്യുന്ന യേശുവിനെയാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ സമരസപ്പെട്ടു പോകാത്ത ഒരു ജീവിതശൈലിയെ തെറ്റെന്ന് വിളിക്കുന്ന ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നു. അത്തരമൊരു ജീവിതശൈലിയെ കപടനാട്യമെന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്നു. ദൈവം നൽകിയ അധികാരം വിവേകപൂർവ്വം ഉപയോഗിക്കാൻ മറക്കുന്ന ഒരു നേതൃത്വത്തിനെതിരെയുള്ള പ്രബോധനമാണ് ഇവിടെയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. എന്നാൽ അതേസമയം നിയമജ്ഞരോടും ഫരിസേയരോടുമല്ല, ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യരോടുമാണ് യേശു ഈ വാക്കുകൾ അരുൾ ചെയ്യുന്നത് എന്ന സത്യം പരിഗണിക്കുമ്പോൾ, ഈ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന യേശുവിനെ മാത്രമല്ല നാം കാണേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ രണ്ടായി നമുക്ക് തിരിക്കാനാകും. അതിലൊന്നാമത്തേത്, ഒരു വ്യക്തി ഉത്തരവാദിത്വപരമായി വിശ്വാസം ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാടാണ്. വാക്കുകളും പ്രവൃത്തികളും യോജിച്ചു പോകുന്ന രീതിയിൽ വിശ്വാസം ജീവിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു തന്നെ പിന്തുടരുന്ന ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും പറയുന്നത്. രണ്ട് തരത്തിലാണ് നിയമജ്ഞരും ഫരിസേയരും തെറ്റു ചെയ്യുന്നതെന്ന് നമുക്ക് സുവിശേഷത്തിലൂടെ കാണാം. ഒന്നാമതായി, അവർ തങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലഭിച്ച സ്ഥാനത്തെ അപഹസിക്കുന്നു എന്ന് നമുക്ക് കാണാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർ നിയമജ്ഞരാകട്ടെ, ഫരിസേയരാകട്ടെ, സാധാരണ ജനമാകട്ടെ, സഭ നേതൃത്വമാകട്ടെ, തങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും തങ്ങളുടെ ജീവിത മാതൃകയോടുകൂടി പിൻബലത്തിൽ മറ്റുള്ളവരോട്, ലോകത്തോട് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ മനസ്സിലാക്കാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും ശ്രമിക്കാത്ത ആശയങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ജീവിപ്പിക്കാൻ പരിശ്രമിക്കുക എന്നത് കാപട്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, നിയമജ്ഞരും ഫരിസേയരും തെറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിത ശൈലിയിലൂടെയാണ്. മോശയുടെ നിയമപാരമ്പര്യമനുസരിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് വചനമെഴുതിയ ചുരുളുകൾ നെറ്റിയിലും കൈകളിലുമൊക്കെ ധരിച്ച് വീതിയേറിയ തൊങ്ങലുകളുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അവർ വന്നിരുന്നത്. ഇത് അവരുടെ വിശ്വാസത്തെയും ഭക്തിയുമൊക്കെ കാണിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. ഒരു തരത്തിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി കൂടിയാണ് അവർ ഇത് ചെയ്തിരുന്നത്. ഇത്തരം പ്രവൃത്തികൾ അവയിൽ തന്നെ തെറ്റാണെന്ന് യേശു വിധിക്കുന്നില്ല. എന്നാൽ ഇത്തരം പ്രവൃത്തികളിലൂടെ വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും, സിനഗോഗുകളിൽ പ്രധാന പീഠവും, നഗരവേദികളിൽ അഭിവാദനവും, റബ്ബി, ഗുരു എന്ന അഭിസംബോധനയും ആഗ്രഹിച്ചതാണ് അവർ ചെയ്യുന്ന തെറ്റായിട്ട് ക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ജീവിതത്തിൽ ദൈവവചനം, ദൈവഹിതം എഴുതപ്പെടേണ്ടത് നെറ്റിയിലും വസ്ത്രത്തിലും മാത്രമല്ല, അതിലുപരിയായി ഹൃദയത്തിലാണെന്ന സത്യം മറക്കുന്ന ഓരോ നേതൃത്വവും വിശ്വാസികളും ഇന്ന് ചെയ്യുന്ന തെറ്റും നിയമജ്ഞരുടെയും ഫരിസേയരുടെയും തെറ്റ് തന്നെയാണ്. വാക്കുകളിലൂടെയും പ്രഘോഷണത്തിലൂടെയും ആഘോഷങ്ങളിലൂടെയും ഒക്കെ നാം മറ്റുള്ളവർക്ക് നൽകുന്ന സാക്ഷ്യത്തേക്കാൾ സത്യസന്ധവും ആധികാരികവുമായ ജീവിതത്തിലൂടെ നൽകുന്ന സാക്ഷ്യമാണ് മറ്റുള്ളവരെ ദൈവത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും നയിക്കുക എന്ന് ഇന്നത്തെ സഭ അൽമായ നേതൃത്വങ്ങളെയും നാം ഓരോരുത്തരെയും തിരുവചനത്തിലൂടെ യേശു ഉദ്ബോധിപ്പിക്കുകയാണ്. 1500കളുടെ അവസാനത്തിൽ മിലാൻ അതിരൂപത അധ്യക്ഷനായിരുന്നപ്പോൾ വിശുദ്ധ കാർലോ ബൊറോമിയോ തൻ്റെ സഹമെത്രാന്മാരോടും പുരോഹിതന്മാരുമായി പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ സുവിശേഷവുമായി ഏറെ ബന്ധപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ആദ്യം സുവിശേഷം പ്രഘോഷിക്കുന്നത് നിങ്ങളുടെ ജീവിത രീതിയിലൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ പരിഹാസ്യരായ മനുഷ്യരായ രീതിയിലെ കാണും. സുവിശേഷത്തിനായി തങ്ങൾ എപ്രകാരമാണ് ജീവിതം നൽകിയതെന്ന്
വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അനുസ്മരിക്കാം. മറ്റുള്ളവർക്ക് ഭാരമായി തീരാതെ സ്വയം കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച് ഒരമ്മ തൻ്റെ മക്കളോട് പെരുമാറുന്നത് പോലെ സൗമ്യതയോടെ സ്നേഹത്തോടെയാണ് അവർ ദൈവത്തിൻ്റെ സുവിശേഷവും തങ്ങളുടെ ജീവിത മാതൃകയും മറ്റുള്ളവർക്ക് പകർന്നത്. മറ്റുള്ളവരുടെ വീഴ്ചകളും കുറവുകളും നോക്കി കുറ്റം വിധിക്കുന്നതിന് പകരം ദൈവം അവരിലൂടെയും ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയും പകരുന്ന ഉത്ബോധനങ്ങളും വിളിയും മനസ്സിലാക്കി സ്വീകരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. വചനം തൻ്റെ ഉദരത്തിൽ മാംസമായപ്പോൾ സേവനത്തിൻ്റെ പാതയെ തിരഞ്ഞെടുത്ത കൂടുതൽ എളിമയുള്ളവനായി തീർന്ന ദൈവത്തിനായി സ്വജീവിതം മുഴുവൻ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമുക്ക് മുന്നിലുണ്ട്. ദൈവവിശ്വാസം ആത്മാർത്ഥതയോടെ ജീവിക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതം ലോകത്തിന് സ്വീകാര്യമായ മാതൃകയാക്കി മാറ്റാൻ എളിമയോടെയും സ്നേഹത്തോടെയും ലോകത്തിനും സഹോദരങ്ങൾക്കും യേശുവിനെ പകരാൻ നമുക്കാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.